بسم الله الرحمن الرحيم. الله الذي خلقكم ثم رزقكم ثم يميتكم ثم يحييكم هل من شركائكم من يفعل من ذلكم من شيء سبحانه وتعالى عما يشركون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1386 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിലെ 40-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീകും ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ശൈഇ സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. സദഖല്ലാഹുൽ അലീയുൽ അസീം. സൂറത്തുർ റൂമിലെ 40-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. രണ്ട് ആയത്തുകളും ഇസ്ലാമിലെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ തുടക്കത്തിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ട രണ്ടായത്തുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഈ സൂറത്തിന്റെ മുഖ്യ പ്രതിപാദ്യമായ വിഷയത്തിലേക്ക് ഞാനിപ്പോ വായിച്ചു വച്ചിരിക്കുന്ന ആയത്തിലൂടെ ഈ സൂറത്തിന്റെ പ്രതിപാദനം തിരികെ പോകുന്നു. അള്ളാഹുവിന്റെ ഏകത്വവും പാരത്രിക ജീവിതത്തിലുള്ള വിശ്വാസവും ഈ രണ്ട് സംഗതികളാണ് ഈ സൂറത്തിൽ വളരെ ശക്തമായ ഊന്നലോടുകൂടി വളരെ യുക്തിഭദ്രമായ വാദങ്ങളോടുകൂടി അവതരിപ്പിക്കപ്പെടുന്നത്. അതിനിടക്ക് പല വിഷയങ്ങളും സാന്ദർഭികമായി കടന്നു വരുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. തൊട്ടു മുകളിലുള്ള ആയത്തുകളിൽ ആതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബിനസ് സബീൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അല്ലാഹു മനുഷ്യർക്ക് വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ അളവിലുള്ള വിഭവങ്ങളും അവസരങ്ങളും ഒക്കെയാണ് നൽകിയിട്ടുള്ളത് എന്നത് സൂചിപ്പിച്ചതിനെ തുടർന്ന് അടുത്ത ബന്ധുക്കൾക്കും അഗതികളായ ആളുകൾക്കും വഴിമുടങ്ങിപ്പോയ ജീവിത സാഹചര്യങ്ങളിൽ കഴിയുന്ന അശരണരായ ആളുകൾക്കുമൊക്കെ നിങ്ങളുടെ സമ്പത്തിലും വരുമാനത്തിലും ഒക്കെ അവകാശമുണ്ട് എന്നതാണ് അല്ലാഹുവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. ഔദാര്യമായി ഉദാരതയുടെ ഭാഗമായിട്ട് ആരെങ്കിലും നൽകുക എന്നതല്ല, അവരുടെ അവകാശമായിട്ട് തന്നെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അവർക്ക് നൽകുക തന്നെ വേണം എന്നതാണ് അല്ലാഹു അവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങളെ പാലിക്കുക എന്ന നിലക്ക് അത് അള്ളാഹു വെച്ചൊരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന വരുമാനവും സമ്പത്തും ഒക്കെ നമ്മളുടെ കൈകളിൽ എത്തിയിട്ടുള്ളത്. നമ്മളുടെ കൈകളിൽ ആ വരുമാനവും സമ്പത്തും ഒക്കെ വന്നിട്ടുള്ളതിന് ഒരേ ഒരു കാരണം അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചു വ്യവസ്ഥപ്പെടുത്തി എന്നതുകൊണ്ടാണ്. ആ വ്യവസ്ഥയുടെ തന്നെ ഭാഗമാണ്
നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും അഗതികളായ ആളുകൾക്കും അതുപോലെ ഇബ്നു സബീൽ എന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കുമൊക്കെ അവകാശമുണ്ട്. അവരുടെ അവകാശങ്ങൾ നിങ്ങൾ നൽകണം എന്ന് പറയുന്ന കാര്യം. അപ്പോ ഈ ആളുകള് അവകാശികളാണ്, നമ്മുടെ ഭാഗത്തുനിന്ന് ഔദാര്യം സ്വീകരിക്കേണ്ട ആളുകളല്ല. അത് വേറെ ഉണ്ട്. ഇത് അവകാശമാണ് അള്ളാഹു ഇവിടെ സ്ഥാപിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി, ലോകത്ത് മനുഷ്യർക്ക് പരിചയമുള്ള സാമ്പത്തിക ക്രമങ്ങളിൽ ഒന്നും തന്നെ സമൂഹത്തിലെ അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന, സ്വാശ്രയരായി കഴിയാൻ സാധിക്കാത്തതായ ആളുകൾ ഒരു നിർണിത ശതമാനം എല്ലാ സമൂഹത്തിലും ഉണ്ടാകും. അവർക്ക് ഇവിടുത്തെ സാമ്പത്തിക വളർച്ചയിലും അതുപോലെ ഉൽപാദന പ്രക്രിയയിലുമൊക്കെ തന്നെ ഒരു അവകാശമുണ്ട് എന്ന വിധത്തില് അതിനെ പരിചയപ്പെടുത്തുന്ന ഒരു സാമ്പത്തിക ദർശനവും ഇസ്ലാം അല്ലാത്ത മറ്റൊരു സാമ്പത്തിക ദർശനത്തിലും അത് കാണാൻ സാധ്യമല്ല. ക്യാപിറ്റലിസത്തെ കുറിച്ചും സോഷ്യലിസത്തെ കുറിച്ചും ഒക്കെ നമ്മൾ പരാമർശിക്കുകയുണ്ടായി. ഒരിക്കലും തന്നെ അവയിലൊന്നും എന്തെങ്കിലും കാരണത്താലുള്ള അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അവകാശമുള്ളതായിട്ട് ഉൽപാദനത്തിന്റെയും വരുമാനത്തിന്റെയും ആദായത്തിന്റെയും ഒക്കെ വിഹിതം അവകാശമായിട്ട് നൽകപ്പെടേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്നതായി അതൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. അത് ദൈവിക മതത്തിൽ മാത്രമാണ്, അള്ളാഹുവിന്റെ ദീനിൽ മാത്രമാണ് അങ്ങനെ ഒരു കാര്യം അംഗീകരിച്ച് നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. സക്കാത്തിനെ കുറിച്ചാണ് അവിടെ സൂചിപ്പിച്ചതെങ്കിൽ തുടർന്നുള്ള ആയത്തില് അള്ളാഹു റിബയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പലിശ ജനങ്ങളുടെ സമ്പത്തിന് ഉണ്ടാക്കും എന്നൊക്കെയാണല്ലോ അതിനെ കുറിച്ചുള്ള ധാരണ. നമ്മൾ ഒരാളോട് വായ്പ വാങ്ങിയാൽ നിശ്ചയിച്ച അളവില് അതിന് വർധനവ് നൽകാം എന്ന് ഏറ്റുകൊണ്ടാണ് അത് വാങ്ങുന്നതെങ്കിൽ അതാണ് പലിശ. ആ പലിശ നൽകുന്നത് അയാൾക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കും എന്നാണ്, പൊതുവെ അയാൾക്ക് ലാഭം ഉണ്ടാക്കും, അയാൾക്ക് സാമ്പത്തിക വർധനവ് ഉണ്ടാക്കും എന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. പക്ഷെ ആ ധാരണ തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ലോകത്ത് നിലവിലുള്ള സമ്പദ്ഘടനയില് അല്ലെങ്കിൽ സാമ്പത്തിക ദർശനങ്ങളില് ഒന്നിൽ പോലും ഇങ്ങനെ ഒരു അറുത്തുമുറിച്ച ഒരു പ്രസ്താവന കാണാൻ സാധിക്കില്ല. നിങ്ങൾ പലിശയായിട്ട് നൽകുന്നത് പണം മുടക്കിയ ആൾക്ക് അയാളുടെ സമ്പത്തിൽ വർധനവ് ഉണ്ടാക്കുന്ന കാര്യമല്ല എന്ന കാര്യം വെട്ടിത്തുറന്ന് പറയാൻ ക്യാപിറ്റലിസത്തിനോ സോഷ്യലിസത്തിനോ ഒന്നും സാധിച്ചിട്ടില്ല. അവരാരും അങ്ങനെ ഈ രണ്ട് സാമ്പത്തിക ദർശനങ്ങളിലും അങ്ങനെ ഒരു സൂചന പോലും നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷെ ഖുർആൻ ഇവിടെ വെട്ടിത്തുറന്ന് പറയുന്നത് മുതൽ മുടക്ക് നടത്തിയിട്ട് പിന്നെ അതിന്റെ ലാഭം നിർബന്ധമായും കിട്ടിയേ അടങ്ങും. ആ സംരംഭം വിജയിച്ചാലും ഇല്ലെങ്കിലും പണം മുടക്കി തുടങ്ങിയിട്ടുള്ള ആ സംരംഭം മറ്റൊരാളാണ് അതിന്റെ സംരംഭകനായിട്ട് രംഗത്തുള്ളത്. അയാള് വായ്പ വാങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങി അത് വെച്ചുകൊണ്ട് ജോലി ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിന്ന് ലാഭമൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് കഴിഞ്ഞുവിടാൻ പോലും ഉള്ളത് അതിന് വരുമാനമായിട്ട് കിട്ടുന്നില്ല. എന്നാൽ പോലും പണം മുടക്കിയ ആൾക്ക് അതിന്റെ മേലെ നിർണിതമായ വരുമാനം വർധനവ് കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് അത് വളരെ ഹീനമായ ഒരു സാമ്പത്തിക കുറ്റമാണ് എന്ന നിലക്കാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അതാണ് ഇവിടെ റിബ എന്ന് പറയുന്ന സംഗതി. നമ്മൾ എന്ത് ആവശ്യത്തിനാണെങ്കിലും പല ആവശ്യങ്ങൾക്ക് ആളുകൾ ഇതിനേക്കാളും കടുപ്പമുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പൊ രോഗചികിത്സക്ക് വേണ്ടി വായ്പ വാങ്ങുന്ന ആളുകൾ, അതിന് പലിശ ഈടാക്കുന്നവരുണ്ടല്ലോ. അപ്പോ ജീവിതായോധനത്തിന്റെ ആവശ്യത്തിനായിട്ട്
എന്തെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങാൻ വേണ്ടി പണം മുടക്കാനില്ലാത്തത് കൊണ്ട് അത് മറ്റൊരാളിൽ നിന്ന് വാങ്ങി അയാൾക്ക് അതിന് പലിശ കൊടുത്തുകൊണ്ടിരിക്കുക. അത് ലാഭകരമായാലും ലാഭകരമല്ലെങ്കിലും അയാൾക്ക് അതിന് പലിശ കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഈ ഒരു രീതി ഇസ്ലാം അങ്ങേയറ്റം ഹീനമായ ഒരു കാര്യമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് അള്ളാഹു അവന്റെ നിശ്ചയപ്രകാരം വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ആളുകളുടെ സമ്പത്തിൽ വർധനവ് ഉണ്ടാക്കും എന്ന പ്രതീക്ഷയിൽ, എന്ന ഉദ്ദേശത്തോടെ, എന്ന ധാരണയിൽ നിങ്ങൾ നൽകുന്ന പലിശ ഉണ്ടല്ലോ, അത് അവർക്ക് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക വർധനവോ സാമ്പത്തിക വളർച്ചയോ ഉണ്ടാക്കുന്നില്ല. കാരണം ഒരാളുടെ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്നതും അയാളെ സാമ്പത്തികമായി ദുർബലമാക്കുന്നതും ഒക്കെ അള്ളയാണ്. അള്ളാഹു ഇത് കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. അവന്റെ നിശ്ചയപ്രകാരം അത്തരം സംഗതികളിൽ പലിശയിലൂടെ ഒരാൾ നേടിയിട്ടുള്ള സമ്പത്ത് അത് അയാൾക്ക് ഒരു നിലക്കും വർധനവുണ്ടാക്കുന്ന, പ്രയോജനകരമായി മാറുന്ന ഒരു സംഗതി ആവുകയില്ല എന്ന ഒരു വളരെ കൃത്യമായ ഒരു പ്രസ്താവനയാണ് അള്ളാഹുവിടെ നടത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത്തത് പലിശയെയും കുറിച്ച് പറയുകയുണ്ടായി. അപ്പോ റിബയായിട്ട് നിങ്ങൾ ജനങ്ങളുടെ സമ്പത്തിൽ വർധനവുണ്ടാക്കുന്നതിന് വേണ്ടി നൽകുന്ന സംഗതി ഉണ്ടല്ലോ, അത് ഫലാ യർബു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കല് അത് വർധനവുണ്ടാക്കുന്നില്ല, വളർച്ച ഉണ്ടാക്കുന്നില്ല. അതേ സമയത്ത് നിങ്ങൾ വമാ ആതൈതും മിൻ സക്കാത്തിൻ, നിങ്ങൾ ശുദ്ധീകരണം, സമ്പത്തിന്റെ ശുദ്ധീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് നൽകുന്ന സക്കാത്ത് ഉണ്ടല്ലോ, യുരീദൂന വജ്ഹല്ലാഹ്, അത് നൽകുമ്പോൾ നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് ഫഉലൈക ഹുമുൽ മുളഇഫൂൻ, അവരാണ് വലിയ വർധനവുണ്ടാക്കുന്നവര്, ഇരട്ടിപ്പിക്കുന്നവര് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. സമ്പത്ത്, വരുമാനമൊക്കെ ഇരട്ടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സാമ്പത്തിക പ്രക്രിയയിൽ തന്നെ വലിയ വളർച്ചയും വർധനവും ഉണ്ടാക്കുന്നത് സക്കാത്ത് നൽകുന്ന ആ നടപടിയിലൂടെയാണ് എന്നാണ് അള്ളാഹുവിടെ കൃത്യമായിട്ട് പറയുന്നത്. അതിന്റെ സാധ്യത എങ്ങനെയാണ് സമ്പദ്ഘടനയിൽ സക്കാത്ത് കാരണമായിട്ട് വർധനവും വളർച്ചയും ഉണ്ടാകുന്നത് എന്നത് ഞാൻ ഇന്നലെ വിശദമായിട്ട് പറയുകയുണ്ടായി. അപ്പൊ ഈ ഒരു സംഗതി, ഈ രണ്ട് വിഷയങ്ങള്, അതുപോലെ ഇതിനോട് അനുബന്ധമായി മുകളിൽ നമ്മൾ വായിച്ച ചില കാര്യങ്ങൾ സൂറത്തുർ റൂമില് അതിന്റെ തുടക്കം മുതലുള്ള പ്രതിപാദ്യത്തിനിടക്ക് വന്ന സംഗതികളാണ്. അതിനുശേഷം വീണ്ടും ഞാൻ ഇന്ന് നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ള 40-ാമത്തെ ആയത്തുണ്ടല്ലോ, ആ ആയത്തിലൂടെ നമ്മൾ ഈ സൂറത്തിന്റെ മുഖ്യമായ പ്രതിപാദ്യ വിഷയത്തിലേക്ക് തിരികെ പോവുകയാണ്. അല്ലാഹുല്ലദീ ഖലഖക്കും, അല്ലാഹുവാണ്, അവൻ മാത്രമാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, അതിലൊരാൾക്കും പങ്കില്ല. സുമ്മ റസഖക്കും, പിന്നീട് നിങ്ങൾക്കുള്ള വിഭവങ്ങൾ നൽകിയിരിക്കുന്നത്, നിങ്ങൾക്ക് ഭക്ഷണ വിഭവങ്ങളും നിങ്ങൾക്ക് ആവശ്യമായ മറ്റു വിഭവങ്ങളും ഒക്കെ നൽകിയിരിക്കുന്നതും അവനാണ്. സുമ്മ യുമീതുക്കും, പിന്നീട് ഒരിക്കലും നിങ്ങളെ മരിപ്പിക്കുന്നതും അവനാണ്. സുമ്മ യുഹീക്കും, അതിനുശേഷം വീണ്ടും നിങ്ങളെ ജീവിപ്പിക്കുന്നവനും അവനാണ്. അപ്പൊ എത്ര കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു നോക്കൂ. നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അതുപോലെ നിങ്ങൾക്ക് വേണ്ട ജീവിത വിഭവങ്ങൾ നൽകിയത്, റിസ്ക് നൽകിയത് അള്ളാഹുവാണ്, അതുപോലെ നിങ്ങളെ മരിപ്പിക്കുന്നതും പിന്നീട് നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്നതും അള്ളാഹുവാണ്. മനുഷ്യർ അള്ളാഹുവിനോടൊപ്പം പങ്കാളികളായിട്ട് കാണുന്ന പല പ്രതിഭാസങ്ങളും ഉണ്ടാകും. പക്ഷെ ആരെങ്കിലും ഈ ഒരുപക്ഷെ നൂറുകണക്കിന് അത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാവും. അള്ളാഹുവിനോടൊപ്പം ദിവ്യത്വമുള്ളവരായിട്ട് പലരും പരിഗണിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ശക്തികൾ, പ്രതീകങ്ങൾ, ഇങ്ങനെ. അപ്പോ ഇവരൊന്നും ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ ഒരു പങ്കാളിത്തവും അവകാശപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. പ്രപഞ്ചനാഥനായ അള്ളാഹു അല്ലാതെ, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് വേണ്ട ജീവിത വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്,
നിങ്ങളെ മരിപ്പിക്കുന്നതും പിന്നീട് വീണ്ടും നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ പോകുന്നതും ഞാനാണ് എന്ന് അള്ളാഹു പറയുന്ന പോലെ പറയാൻ ഈ ശരീക്കുകളിൽ ഒരാൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്നൊരു വസ്തുത നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അള്ളാഹു ഈ വിഷയത്തിലേക്ക് തിരികെ പോയിക്കൊണ്ട് പറയുന്നത് ഈ കാര്യങ്ങൾ അല്ലാഹുല്ലദീ ഖലഖക്കും, നിശ്ചയമായിട്ടും അള്ളാഹു മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളെ സൃഷ്ടിച്ചു, സുമ്മ റസഖക്കും, പിന്നീട് നിങ്ങൾക്ക് ആവശ്യമായ ജീവിത വിഭവങ്ങൾ നൽകി, അതിനുവേണ്ട സാഹചര്യം സൗകര്യമൊക്കെ ഭൂമുഖത്ത് ഒരുക്കി എന്നതൊക്കെ അതിൽ അടങ്ങിയിട്ടുള്ള കാര്യമാണ്. സൂര്യപ്രകാശം ലഭിക്കുന്നതും ഊർജ സ്രോതസ് എന്നുള്ള നിലക്ക് സൂര്യൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അതിന്റെ ഫലമായിട്ട് മനുഷ്യന് ഭൂമുഖത്ത് ചെടികളും മരങ്ങളും അതുപോലെ ജീവജാലങ്ങളും ഒക്കെ ഇവിടെ വളരുന്നതും അവരിൽ നിന്ന് മനുഷ്യനാവശ്യമായിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങൾ ലഭ്യമാകുന്നതും ഒക്കെ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിൽ. അപ്പൊ അള്ളാഹു മാത്രമാണ് ഈ കാര്യം നിർവഹിക്കുന്നത്. നിങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതും അതുപോലെ നിങ്ങൾക്ക് വേണ്ട ജീവിത വിഭവങ്ങൾ ഒരുക്കി തന്നു എന്നതും പിന്നീട് ഇനി ഒരിക്കല് വേറെ ആരുടെയും തീരുമാനപ്രകാരമല്ല നിങ്ങളുടെ മരണം സംഭവിക്കുന്നത്. അള്ളാഹു നിശ്ചയിച്ച സമയത്തും നിശ്ചയിച്ച രീതിയിലും നിശ്ചയിച്ച സ്ഥലത്തും ഒക്കെ വെച്ച് മാത്രമേ നിങ്ങളുടെ മരണം സംഭവിക്കുകയുള്ളൂ. അതിലും വേറൊരാൾക്കും ഒരു പങ്കുമില്ല. ആരെങ്കിലും അങ്ങനെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് കാര്യങ്ങളുടെ ബാഹ്യമായ സംഗതികൾ മാത്രം മനസ്സിലാക്കി പറയുന്ന ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അവർക്ക് അത് സാധിക്കുന്നത്. കാരണം ഏത് സംഗതിക്ക് ഇപ്പൊ ഒരാൾ കൊലപാതകം നടത്തിയാൽ പോലും നിന്നെ മരിപ്പിച്ചത് ഞാനാണ് എന്ന് പറയുന്നതിൽ ഒരുപാട് അപാകതയുണ്ട്. കാരണം അയാൾക്കത് സാധിച്ചത് അയാൾക്ക് കൊലപാതകം നടത്താൻ ആ സന്ദർഭത്തിൽ അനുയോജ്യമായി വന്നത്, അയാൾക്ക് അതിന് ആ ഘട്ടത്തിൽ ശേഷി ഉണ്ടായത് അതൊക്കെ ഒരുപാട് വേരിയബിൾസിനെ ആശ്രയിച്ചുകൊണ്ടുള്ളതാണ്. നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയില്ല അത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പോ യഥാർത്ഥത്തില് കൊലപാതകത്തിന്റെ ഫലമായിട്ട് മരിക്കുന്ന ആളാണെങ്കിൽ പോലും മരണം അള്ളാഹുവിന്റെ നിശ്ചയത്തിൽ പെട്ടതാണ്. അള്ളാഹു നിശ്ചയിച്ച പ്രകാരം മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. തുടർന്ന് അള്ളാഹു പറയുന്നത് നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്നതും അവനാണ്. എന്നിട്ട് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഹൽ മിൻ ശുറകാഇകും, നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം പങ്കാളികളായിട്ട് സ്വീകരിച്ചിരിക്കുന്ന പലരും ഉണ്ടല്ലോ, അവരിൽ ആരെങ്കിലും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ, ഈ പറഞ്ഞവയിൽ എന്തെങ്കിലും സ്വയം ചെയ്യുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. സൃഷ്ടികർമ്മം നടത്തുക, വിഭവങ്ങൾ ഒരുക്കി തരിക, മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുക, ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നവരായിട്ട് നിങ്ങളുടെ ശരീക്കുകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്നതാണ് അള്ളാഹു ഇവിടെ ഉന്നയിക്കുന്ന ചോദ്യം. സുബ്ഹാനഹു വ തആല, അള്ളാഹു ഈ വക പരിമിതികൾക്കൊക്കെ അതീതനാണ്, അവൻ അത്യുന്നതനുമാണ്. അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറയുമ്പോ, അള്ളാഹു സുബ്ഹാനാണ് എന്ന് പറയുമ്പോ ഇത്തരം പരിമിതികൾക്കൊക്കെ അതീതനാണ്, അന്യൂനനാണ്. അത് ആ ഒരു അർത്ഥത്തിലാണ് അവൻ പരിശുദ്ധനാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേവല പരിശുദ്ധി എന്ന നമ്മളുടെ ധാരണയിലുള്ള ഒരു പരിശുദ്ധി എന്നുള്ള ആശയമല്ല അത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പോരായിക, ഒരു തികവില്ലായിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂനത, ഒരു അപര്യാപ്തത ഒക്കെ ഉണ്ടായാൽ ഒരാളുടെ വ്യക്തിത്വത്തില് അതൊരു പോരായികയായിട്ട്, എന്തെങ്കിലും ഒരു ഷോർട്ട് കമ്മിങ് ആയിട്ട് നമ്മൾ കാണുമല്ലോ. അങ്ങനെയുള്ള യാതൊരു ഷോർട്ട് കമ്മിങ്ങും ഇല്ലാത്ത അന്യൂനനായ ശക്തിയാണ് അള്ളാഹു എന്നാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. അതുപോലെ അവൻ അത്യുന്നതനുമാണ്. മറ്റെന്ത് നമ്മൾ സങ്കല്പിക്കാൻ ശ്രമിച്ചാലും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിലകൊള്ളുന്ന അസ്തിത്വമാണ് അള്ളാഹു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പൊ സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, ഇവര് ഈ പങ്കാളികളെ ചേർക്കുന്ന ഒരു നടപടി ഉണ്ടല്ലോ, ആ നടപടിക്കൊക്കെ
അതീതനായ, അതിൽ നിന്നൊക്കെ അതൊന്നും ബാധിക്കാത്ത വിധത്തിലുള്ള പരിശുദ്ധിയും അതുപോലെ അന്യൂനതയും കളങ്കരാഹിത്യവും ഉള്ളവനാണ് അള്ളാഹു എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് 4 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതൊക്കെയും ചെയ്യുന്നത് അള്ളാഹുവാണ്, അള്ളാഹു അല്ലാത്ത വേറെ ആരും അത് ചെയ്യുന്നുണ്ട് എന്ന് ഒരാളും ക്ലെയിം ചെയ്യുന്നില്ല. വളരെ ഉദ്ദേശപൂർവമുള്ള സീരിയസ് ആയിട്ടുള്ള ഗൗരവത്തിലുള്ള ഒരു അവകാശപ്പെടല് ആരും നടത്തുന്നില്ല. സ്വയം ദൈവമായി ചമയുന്നവരും സ്വയം ആരാധിക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചവരും ഒന്നും തന്നെ ഈ 4 കാര്യങ്ങള് ചെയ്യുന്നത് ഞാനാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ കാലഘട്ടത്തിലും ഇല്ല, ചരിത്രത്തിൽ പിന്നിട്ട ഘട്ടങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഖുർആൻ പരാമർശിക്കുന്ന പല കഥാപാത്രങ്ങളും ഉണ്ട്, ഫിറൗനൊക്കെ പോലെയുള്ള. ഇവരാരും തന്നെ അങ്ങനെയുള്ള അവകാശങ്ങൾ ഉന്നയിച്ചിട്ടില്ല. എന്നാൽ ബാലിശമായ ചില വാദങ്ങൾ, ഗൗരവമുള്ളതല്ലാത്ത ചില വർത്തമാനമൊക്കെ ഫിറൗൻ പറഞ്ഞത് ഖുർആൻ പരാമർശിക്കുന്നത് കാണാൻ കഴിയും. അത് ഫിറൗന് മാത്രമല്ല, ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരാളെ വെട്ടിയങ്ങ് കൊന്നിട്ടിട്ട് ഞാനാണ് മരിപ്പിക്കുന്നവൻ എന്ന് പറയുക എന്നത് ഫിറൗന് മാത്രമല്ല, ഫിറൗനെ ആരാധിക്കാൻ നിർബന്ധിതരായ, ഫിറൗനെ അനുസരിക്കാനും അയാൾക്ക് കീഴ്പ്പെടാനും ഒക്കെ നിർബന്ധിതരായ ആളുകളും ഇതിനൊക്കെ കഴിയുന്നവരാണ്. ആ രാഷ്ട്രീയ സാഹചര്യത്തില് ഒരു പക്ഷെ അതിനൊരുപാട് പരിമിതികളുണ്ട് എന്നതേ ഉണ്ടാവുള്ളൂ. അതിപ്പം ഭരണകർത്താവും ഭരണീയനും, ഇപ്പോ ഭരണകർത്താവ് വലിയ അക്രമം ചെയ്യുന്ന ആളാണ് എങ്കിൽ അതേപോലെയൊക്കെയുള്ള അക്രമം ചെയ്യാൻ ഭരണീയർക്കും സാധിക്കും. അതിന് തത്വത്തിൽ യാതൊരു തടസ്സവും ഇല്ല. അപ്പം ഇവിടെ അള്ളാഹു പറയുന്ന കാര്യം അങ്ങനെയല്ല. അപ്പോ ഈ 4 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കാര്യങ്ങളിൽ പങ്കാളിത്തമുള്ള ആരെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്നതാണ് അള്ളാഹു ഉന്നയിക്കുന്ന ഒരു ചോദ്യം. അപ്പോ ഇന്നത്തെ സെഷൻ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ചില ചോദ്യങ്ങൾ ബാക്കി സമയം ചില ചോദ്യങ്ങൾക്കായിട്ട് നീക്കിവെക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിന്റെ മുമ്പായിട്ട് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ പതിവായിട്ട് പങ്കെടുക്കുന്ന ഒരു സഹോദരൻ, അയാളുടെ 2 അടുത്ത സുഹൃത്തുക്കളുടെ മക്കള്, ചെറിയ പ്രായത്തിലുള്ള മക്കള്, ഏതാനും ദിവസങ്ങൾ മാത്രം പ്രായമായ ഒരു കുട്ടിയും പിന്നെ വേറൊരാളുടെ 4-5 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതും ഗൗരവമുള്ള ചികിത്സ ആവശ്യമായ രോഗസാഹചര്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രശ്നം വ്യക്തിപരമായിട്ട് അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ആ സഹോദരനും കുടുംബത്തിനും പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള ആശ്വാസം ലഭിക്കാനും ആ ചികിത്സാ പ്രക്രിയയും തുടർന്നുള്ള കാര്യങ്ങളും ഒക്കെ എളുപ്പമാക്കി കൊടുക്കാനും അവർക്ക് ഏറ്റവും വേഗം തന്നെ രോഗമുക്തിയൊക്കെ ലഭിക്കാനൊക്കെ വേണ്ടി ഗ്രൂപ്പിലെ എല്ലാ ആളുകളും പ്രാർത്ഥിക്കണമെന്നും അവരോട് ആവശ്യപ്പെടണമെന്നും ആ സുഹൃത്ത് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ഗ്രൂപ്പിൽ അത് അങ്ങനെ അതിനുവേണ്ടി സമയം മാറ്റിവെക്കാന് സാധാരണ കഴിയാറില്ല. എന്തായാലും നമ്മൾ എല്ലാവരും തന്നെ ആ സഹോദരന്റെ ഈ 2 സുഹൃത്തുക്കളുടെ മക്കൾക്കും കുടുംബത്തിനൊക്കെ വേണ്ടി രോഗശാന്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അവർക്ക് എല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ. അവരുടെ കുഞ്ഞുങ്ങൾക്ക് രോഗമുക്തി എത്രയും വേഗം നൽകുകയും ചെയ്യട്ടെ. ജീവിതത്തില് പ്രയാസങ്ങളുടെ ഘട്ടം പിന്നിട്ട് ആശ്വാസമുള്ള ജീവിത സാഹചര്യങ്ങൾ അവർക്ക് എത്രയും വേഗം ലഭിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ എല്ലാവിധ സഹായവും അതിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ധാരാളം ചോദ്യങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്രമത്തില് ഞാനത് കൈകാര്യം ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ഉന്നയിക്കപ്പെട്ടതിന് ശേഷം കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായിട്ടാണ് ഈ ചോദ്യങ്ങളിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് പലതും. എങ്കിലും ഞാനത് ആയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ആവശ്യമുള്ളതാണെങ്കിൽ അത് പരാമർശിച്ചുകൊണ്ട് തന്നെ പറയാം. അപ്പോ ഇവിടെ ചിന്മയം ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യം,
പ്രത്യക്ഷത്തില് ജീവനില്ലാത്തത് എന്ന് തോന്നുന്ന ഒരു വിത്തിൽ നിന്ന് ചെടി കുരുത്തു വരുന്നത് ജീവനില്ലാത്തതിന് ജീവൻ വെക്കുന്ന പ്രക്രിയയാണോ അള്ളാഹു അങ്ങനെ ആ ഒരു പ്രക്രിയയായിട്ടാണോ അള്ളാഹു കരുതുന്നത് എന്നാണ് ചോദ്യം ചിന്മയുടെ. അള്ളാഹു അങ്ങനെയാണോ കരുതുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആള് ഞാനല്ല. എന്തായാലും ഇത് ഒരു ഉദാഹരണമാണ്. വിത്തുകളായി നിൽക്കുന്ന ഘട്ടത്തില് അതിന് ജീവനുള്ളതായിട്ടല്ല നമ്മൾ പരിഗണിക്കുന്നത്. അത് മുള പൊട്ടി വരുമ്പോഴാണ് അതിന് ജീവനുള്ളതായിട്ട് വരുന്നത്. അത് നമ്മൾ അതിന് ഈ അള്ളാഹു നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവനക്ക് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനെ പുറത്തു കൊണ്ടുവരുന്നതും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നതും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഖുർആനിലെ പരാമർശത്തിന് നമ്മൾ നൽകുന്ന വിശദീകരണമാണ് നിങ്ങളീ പറയുന്നത്. അതുകൊണ്ട് അത് അള്ളാഹു അങ്ങനെയാണോ കരുതുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ച ഈ പറഞ്ഞ ഈ കാര്യങ്ങൾക്കുള്ള വിശദീകരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം മാത്രമാണത് എന്ന് ആണ് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ഒരു ഇത് സംബന്ധമായ പല പഠനങ്ങളും ഇനി മറ്റു വല്ലതൊക്കെ വെളിപ്പെടുത്തുമ്പോ അള്ളാഹു നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ആരും വരണ്ടില്ല. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് വേറെ ഇങ്ങനെയാണ്: ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നു, ഇല്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നു, മറിച്ചും ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഇത് വിശദീകരിക്കുമ്പോൾ നമ്മള് വിത്ത് മുളക്കുന്നതും മുട്ട വിരിയുന്നതും പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളായിട്ട് വിശദീകരണമായി നൽകുന്നതാണ്. അപ്പോ ഈ നമ്മൾ ഈ ചോദ്യത്തിന്റെ അവസാന ഭാഗം പരിഗണിക്കുമ്പോഴേ നമുക്ക് പോലും ഇതിനേക്കാളൊക്കെ കാര്യങ്ങൾ അറിയാലോ. അള്ളാഹു എന്നിട്ടും ഇങ്ങനെയാണോ കരുതുന്നത് എന്ന ഒരു മനുഷ്യന്റെ ബുദ്ധിശൂന്യത വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ഔദത്യം അടങ്ങിയ പോലെ തോന്നുന്നു. അള്ളാഹു ആലം. എന്തായാലും അള്ളാഹു അങ്ങനെയാണോ കരുതുന്നത് എന്ന് പറയുന്നതില് ആ ചോദ്യത്തിൽ അങ്ങനെ ഒരു സ്വരം അടങ്ങിയിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ വിത്തിന് ജീവനുണ്ട്, ജീവനില്ല എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ ജീവൻ ആക്ടിവേറ്റഡ് അല്ല ആ ഘട്ടത്തില്. അതാണ് അത്രയും മാത്രമേ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മുട്ടയുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. അതുപോലെ വേറെ പല പ്രതിഭാസങ്ങളും ഇപ്പൊ നമ്മള് തന്നെ മനുഷ്യര് തന്നെ നമ്മളെ മാതാപിതാക്കള് ജനിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ എന്ത് അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്? മാതാപിതാക്കള് മുതിർന്ന ആളുകളായി മാറിയതിനു ശേഷം അവരുടെ ശരീരത്തിലെ എന്താണ് ജൈവ പ്രക്രിയയുടെ ഫലമായിട്ട് സന്താനോൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുമല്ലോ. സ്പേം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും അതുപോലെ ഓവം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും ഒക്കെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. പക്ഷെ ഇതൊരു തലമുറ അപ്പുറത്തേക്ക് നമ്മളൊന്ന് ആലോചിച്ചാൽ നമ്മള് ആ ഘട്ടത്തിൽ ഏത് രൂപത്തിലായിരുന്നു അത് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മളിവിടെ മണ്ണിലും അതുപോലെ ഇവിടുത്തെ ചെടികളിലും മൃഗങ്ങളിലും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്ന രാസ പദാർത്ഥങ്ങളായിരുന്നു. അവരുടെ ജീവന്റെയോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെയോ ഒക്കെ ഭാഗമായി കിടന്നിരുന്ന മണ്ണിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിരുന്ന രാസപദാർത്ഥങ്ങളുടെ രൂപത്തിലായിരുന്നു കുറച്ചു മുമ്പ്. അപ്പോ ജീവനില്ലാത്തതിൽ നിന്ന് തന്നെയാണ് ജീവനുള്ള നമ്മൾ ഉണ്ടായി വന്നിട്ടുള്ളത്. അതുപോലെ ഏത് പ്രതിഭാസത്തെയും നമ്മൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ജീവനില്ലാത്തതിൽ നിന്ന് തന്നെയാണ് ജീവനുള്ളത് ഉണ്ടാകുന്നത്. ഇനി ജീവനുള്ള ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നെ എന്തായിട്ടാണ് മാറുന്നത്? ജീവനില്ലാത്ത മണ്ണിന്റെ ഭാഗമായി മാറിയിട്ടുള്ള പല രാസപദാർത്ഥങ്ങളുമായിട്ട് മാറുകയാണ്. അപ്പൊ ജീവനില്ലാത്തത് ഉണ്ടാവുന്നത് ജീവനുള്ളതിൽ നിന്ന് തന്നെയാണെന്നുള്ളത് നമുക്ക് അതിൽ കാണാമല്ലോ, വ്യക്തമല്ലേ? ഇതുപോലെ എല്ലാ സംഗതികൾക്കും നമുക്ക് ആ നിലക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു ചോദ്യം വീണ്ടും ചിന്മയെ തന്നെ ഉന്നയിച്ചിരിക്കുകയാണ്. പ്രപഞ്ചത്തിലെ ഭൗതിക വസ്തുക്കൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് മനുഷ്യരെ ദൈവം പുനഃസൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് ഹൈന്ദവരുടെ പുനർജന്മ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്ന കാര്യമല്ലേ എന്നാണ് ചോദ്യം.
ഒറ്റവാക്കിൽ അതിനുള്ള മറുപടി അല്ല എന്നുള്ളതാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ഹൈന്ദവത മുന്നോട്ട് വെക്കുന്ന, എത്രത്തോളം അത് ഹൈന്ദവതയുടേതാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ആ പുനർജന്മവാദം എന്നുള്ള സംഗതി ഉണ്ടല്ലോ, അതിന്റെ ആ സിദ്ധാന്തം എന്ന് പറഞ്ഞാല് അതൊരിക്കലും നമ്മള് അറിയുന്നില്ല നമ്മൾ ഏത് ജന്മത്തിലാണുള്ളത്. ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു സാമാന്യ തിരക്കിടില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് സങ്കല്പിക്കുക. എന്റെ പൂർവ്വജന്മത്തിലെ സുഹൃതം കാരണമായിട്ടാണ് എനിക്ക് ഈ അവസരം കിട്ടിയത് എന്ന് അറിയാൻ എനിക്ക് എന്ത് വകയുണ്ട്, എന്ത് സംവിധാനമാണുള്ളത്? ഇനി ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്ന ചിന്മയ നല്ല അവസ്ഥയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഈ സൗഭാഗ്യം കിട്ടിയത് കഴിഞ്ഞ ജന്മത്തില് എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് എന്ന് അദ്ദേഹം എങ്ങനെയാണ് അറിയുന്നത്? ഇതൊരിക്കലും ഒരു ഘട്ടത്തിലും അറിയാത്തിടത്തോളം കാലം ഒരു പാരിതോഷികമോ പ്രതിഫലമോ ഒരാൾക്ക് നൽകപ്പെടുന്നുവെങ്കിൽ അയാൾക്ക് അത് പാരിതോഷികമാണ്, പ്രതിഫലമാണ്, അത് എന്തോ ഒരു കാര്യത്തിനുള്ള പാരിതോഷികവും പ്രതിഫലവും ഒക്കെയാണ് എന്ന് അറിയാൻ കഴിയണം. അത് അറിയാത്തിടത്തോളം കാലം അത് പാരിതോഷികവും പ്രതിഫലവും ആവുന്നില്ല. ഒരാൾ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമുഖത്ത് അയാളുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് കഷ്ടപ്പെടുകയാണെന്ന് വെക്കുക. എന്തിന്റെ പേരിലാണ് ഈ കഷ്ടപ്പാട് അയാളെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്? പൂർവ്വജന്മത്തില് അയാൾ എന്ത് ദ്രോഹം ചെയ്തതിന്റെ പേരിലാണ് എന്നത് അയാൾക്ക് അറിയാൻ കഴിയാത്തിടത്തോളം കാലം അത് അയാൾക്കുള്ള ശിക്ഷയാവുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന പുനർജന്മവും അതുപോലെ ഞാൻ സൂചിപ്പിച്ച പ്രപഞ്ചത്തില് അല്ലെങ്കിൽ ഭൂമുഖത്ത് അള്ളാഹു മനുഷ്യരെ പുനർസൃഷ്ടിക്കുന്നു എന്ന കാര്യം, മരണാനന്തരം വീണ്ടും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കുന്ന ഒരു കാര്യം ഖുർആൻ പറയുകയാണല്ലോ. ആഖിറത്ത് എന്ന പാരത്രിക ജീവിതം എന്ന കാര്യം ഖുർആൻ പറയുന്നുണ്ട്. ഇത് രണ്ടും ഒരുപോലെ അല്ല. ഇത് രണ്ടും ആദ്യം പറഞ്ഞ, നിങ്ങൾ പറഞ്ഞ പുനർജന്മത്തിനുള്ള ന്യായീകരണമോ അല്ലെങ്കിൽ അതിനുള്ള സാധൂകരണമോ അല്ല. അത് യഥാർത്ഥത്തിൽ ദൈവികമായി പഠിപ്പിക്കപ്പെട്ട പാരത്രിക ജീവിതം എന്ന സംഗതിയെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ജാതി വ്യവസ്ഥ നടപ്പിലാക്കുന്നതിന് അതിന് അടിസ്ഥാനമായി ഉപയോഗപ്പെടുത്തപ്പെട്ട അദ്വൈത ദർശനം ഉണ്ടല്ലോ, ഇതിനൊക്കെ ഈ വിധത്തിൽ അത് വികലമാക്കപ്പെടുന്ന പ്രക്രിയയിൽ ഉണ്ടായി വന്നൊരു സംഗതിയാണ് ഈ പുനർജന്മവാദം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒരുപക്ഷെ ചില വസ്തുതാപരമായ കൃത്യതയില്ലായ്മയൊക്കെ ഉണ്ടാകാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രകൃതി മതമായിട്ട്, ദൈവിക മതമായിട്ട് പഠിപ്പിക്കപ്പെട്ടത് മനുഷ്യൻ ഭൂമുഖത്ത് കാലുകുത്തിയ നാള് മുതൽ ഇന്ന് വരെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട മതം മാത്രമാണ്. അതിലെ പല വിശ്വാസങ്ങളും വികലമാക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഹിന്ദു മത രീതികളിലും ഈ വിധത്തിലുള്ള പല ജീർണതകളും ഉണ്ടായി വന്നതിന്റെ ഇന്നത്തെ രൂപമാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അതിന്റെ തുടക്കം ദൈവിക മതത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അതിനെ വികലമാക്കിയ മനുഷ്യ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി പല പുതിയ ആശയങ്ങളും അതില് ദൈവിക മതത്തിൽ കൂട്ടിക്കലർത്തി അതിനെ ഒരു ഘട്ടത്തിലെ ദൈവിക മതവുമായി പ്രവാചകന്മാര് പഠിപ്പിച്ച ഒരു ജീവിത ദർശനത്തെ വികലമാക്കിയതിന്റെ ഭാഗമായിട്ട് കടന്നുകൂടിയ സംഗതികളായിട്ട് ഇത് കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് രണ്ടും ഒരുപോലെയല്ല. പാരത്രിക ജീവിതം എന്നത് കൃത്യമായിട്ട് അതിനൊരു പേർപ്പസ് ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ഒരു താല്പര്യമുണ്ട്. അത് മനുഷ്യന്റെ ഐഹിക ജീവിതത്തിലെ കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവനെ വിചാരണ ചെയ്യുന്നതിനും അവന് അർഹിക്കുന്നുവെങ്കിൽ അതിനുള്ള പ്രതിഫലമായി സ്വർഗം നൽകുന്നതിനും അവന് അക്രമവും അധർമ്മവും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിച്ച ആളാണെങ്കിൽ അതിനുള്ള ശിക്ഷയായിട്ട് നരകം നൽകുന്നതിനും വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് അത്. പക്ഷെ അവന് കൃത്യമായിട്ട് ബോധ്യപ്പെടും അവൻ എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് സ്വർഗാവകാശിയായിട്ടുള്ളത്, എന്ത് അക്രമം ചെയ്തതിന്റെ പേരിലാണ് നരകാവകാശിയായിട്ടുള്ളത് എന്നത് ഓരോരുത്തർക്കും ബോധ്യപ്പെടും. ഒരാൾക്കും തന്നോട് പടച്ച തമ്പുരാൻ ദ്രോഹം ചെയ്തു എന്ന് പറയേണ്ടി വരില്ല ഒരു കാരണവശാലും. ഇതാണ് അടിസ്ഥാനപരമായി
ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ പുനരുത്ഥാനം അല്ലെങ്കിൽ പുനഃസൃഷ്ടിക്കപ്പെടുന്ന സംഗതി, ആഖിറത്തിലെ ജീവിതം എന്ന് പറയുന്നതും ഈ ഹൈന്ദവതയിലെ പുനർജന്മം എന്ന കർമ്മഫലമായിട്ടുള്ള പുനർജന്മം എന്ന ആശയവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ മറ്റൊരു ചോദ്യം ചിന്മയെ തന്നെ ഉന്നയിച്ചതാണ്. അറബ് സാമ്രാജ്യത്വവും അറബി ഭാഷയും അറബി സംസ്കാരവും ലോകമാകെ പ്രചരിപ്പിക്കുക എന്ന കൃത്യമല്ലേ പ്രായോഗികമായി ഇസ്ലാം ചെയ്യുന്നത് എന്നതാണ്. എനിക്ക് അറബ് വിരോധമില്ല, അതേപോലെ തന്നെ അറബികളോട് പ്രത്യേകിച്ച് ആരാധനയും ഇല്ല. ചിന്മയ ഇത് ഉന്നയിക്കുന്ന കേൾക്കുമ്പോൾ എന്തോ അറബി സംസ്കാരത്തിന്, അറബി ഭാഷക്ക്, അതുപോലെ അറബികളുടെ ജീവിത രീതിക്ക് എന്തോ ഒരു അസ്പർശ്യത കൽപ്പിക്കേണ്ട വിധത്തിലുള്ള എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിപ്പോവുകയാണ്. എന്തായാലും അറബ് സംസ്കാരം ഉണ്ടാക്കുക എന്നതോ അല്ലെങ്കിൽ അറബി ഭാഷ പ്രചരിപ്പിക്കുക എന്നതോ ആണ് ഇതിന്റെ പുറകിലുള്ള താല്പര്യം. അറബികളുടെ മേധാവിത്വം എല്ലായിടത്തും സ്ഥാപിച്ചെടുക്കുക എന്നതാണ് ഇതിന്റെ താല്പര്യം എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അറബി പഠിക്കാൻ ആഴത്തിലൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നെങ്കിൽ വലിയ അനുഗ്രഹമായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഖുർആന്റെ ഭാഷയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്ന ഭാഷയാണ് എന്നതുകൊണ്ട് തന്നെ അത് നന്നായി അറിയുക എന്നത് വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെ അറബി ഭാഷയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായതുകൊണ്ടല്ല, അത് ഖുർആന്റെ ഭാഷ ആയതുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷ ആയിരുന്നത് കൊണ്ടും ഒക്കെ നമുക്ക് അറബി ഭാഷ സംസ്കാരം ഒക്കെ മനസ്സിലാക്കുന്നതും അറിയുന്നതും വളരെ നല്ലതായിട്ട് അനുഭവപ്പെടുന്നു എന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ അറബികൾക്ക് മേധാവിത്വം, ലോകത്ത് മേധാവിത്വം നേടിക്കൊടുക്കുക എന്ന ഒരു സംഗതി വെച്ചുകൊണ്ട് ആര് എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇസ്ലാം ഇല്ലെങ്കിൽ അറബികൾക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? അറബികളെ പ്രസക്തരും പ്രാധാന്യമുള്ളവരുമാക്കി മാറ്റിയിട്ടുള്ള കാര്യം തന്നെ യഥാർത്ഥത്തില് ഈ വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ അവതരിച്ചതും അവര് വലിയൊരു ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ടവരായി മാറി എന്നതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ കണ്ടെടുത്തോളം അല്ലെങ്കിൽ ചരിത്രം വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ അറബ് സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഈ ഇസ്ലാം ഉപയോഗപ്പെടുത്തപ്പെട്ടു. അങ്ങനെയുള്ള ചില താല്പര്യങ്ങളുള്ള വ്യക്തികൾ പലപ്പോഴും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ആ ഘട്ടത്തിൽ അവർ ഇസ്ലാമിന്റെ ആളുകളാവില്ല. ഇപ്പൊ ഇന്നത്തെ ഈജിപ്തിന്റെ ഭരണാധികാരി ഉദാഹരണത്തിന്, അവർക്ക് ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധത എത്ര പരിമിതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ഇസ്ലാമിന്റെ മൗലികമായ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള വലിയ സാമൂഹ്യ മാറ്റങ്ങൾക്ക് അവിടെ സംജാതമായ രംഗമൊരുങ്ങിയപ്പോ അതിനെ അറബ് ദേശീയതയുടെ ഒക്കെ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അറബ് ദേശീയത പോലെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്കുന്ന ഇസ്ലാമികമായ സംരംഭങ്ങളെ എതിർക്കുന്ന ഒരു പ്രവണത ഒക്കെയാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോ അറബ് ദേശീയതയോ അറബ് ഭാഷയോ അറബ് സംസ്കാരമോ ഉയർത്തിപ്പിടിച്ച് വരുന്നവര് പലപ്പോഴും ഇസ്ലാമിനോട് തന്നെ അക്രമം ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. അല്ലാതെ ഇസ്ലാമിനെ ഒരു ടൂളായിക്കൊണ്ട് അറബ് ദേശീയത ഉണ്ടാക്കുകയല്ല ചെയ്തിട്ടുള്ള. അവർ ഇസ്ലാമിന്റെ തന്നെ ശത്രുക്കളായിക്കൊണ്ടാണ് പലപ്പോഴും രംഗത്തുണ്ടായിരുന്നത് എന്നതാണ് വസ്തുത. ചിന്മയെ ഈ ചോദ്യം ഇനി ഉന്നയിക്കരുത് എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം അദ്ദേഹം ഇതേ ചോദ്യം ഒരുപാട് തവണ ഉന്നയിച്ചിട്ടുണ്ട് എന്നതാണ്. ആ കാരണത്താൽ ഇനി ആ ചോദ്യം ഉന്നയിക്കരുത് എന്ന് ആവശ്യപ്പെടുകയാണ് ഞാൻ. പിന്നെ മറ്റൊന്ന്, എല്ലാവരെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, ഇതും ചിന്മയെ ഉന്നയിച്ച ചോദ്യമാണ്. എങ്കിൽ വിവിധ മനുഷ്യ സമൂഹങ്ങൾ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന കാര്യത്തിൽ പറയുന്ന മറുപടിയിൽ യുക്തിരാഹിത്യമില്ലേ എന്നതാണ് ചോദ്യം. എല്ലാവരെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എങ്കിൽ വിവിധ മനുഷ്യ സമൂഹങ്ങൾ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന കാര്യത്തിൽ പറയുന്ന മറുപടിയിൽ യുക്തിരാഹിത്യമില്ലേ? ഇതൊക്കെ അന്യായ ന്യായങ്ങൾ കണ്ടുപിടിക്കാനുള്ള മത നേതൃത്വത്തിന്റെ വിഫല ശ്രമങ്ങളല്ലേ എന്നതാണ്. ഭാഷാപരമായ വൈവിധ്യം ഉണ്ടാക്കിയത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നൊരു കാര്യമാണ് ഖുർആൻ പറയുന്നത്. അതിന്റെ
വേറെ പല വിശദാംശങ്ങളും ഞാൻ നൽകിയിട്ടുള്ളത് എന്റെ ആ ആയത്ത് ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് അതില് മതപരമായി ഈ സംഗതികൾക്ക് മത നേതൃത്വത്തിന്റെ വിഫല ശ്രമം എന്നൊക്കെ പറയുന്ന വിധത്തില് നിങ്ങള് ഈ കാര്യങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമില്ല. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള വിശദീകരണങ്ങളാണ്. പിന്നെ ഭാഷാ വൈവിധ്യം ഉണ്ടായത് എല്ലാവരെയും സൃഷ്ടിച്ചത് അള്ളാഹു ആണ്. ആ അള്ളാഹു തന്നെയാണ് പറയുന്നത് മനുഷ്യരുടെ ഭാഷയെ ഇഖ്തിലാഫുള്ള വ്യത്യസ്തങ്ങളായ വൈവിധ്യമുള്ള ഭാഷകളാക്കി മാറ്റിയത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നത്. അതില് പ്രത്യക്ഷത്തില് എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. തൊലിവർണ്ണം വ്യത്യാസപ്പെട്ടതുപോലെ ഭാഷ വ്യത്യാസപ്പെട്ടതുപോലെ അത് എല്ലാവരെയും സൃഷ്ടിച്ചത് അള്ളാഹു ആയതുകൊണ്ട് എല്ലാവരും ഒരേ ഭാഷയും ഒരേ ശൈലിയും ഒരേ ഭാഷയിലും ഒരേ ശൈലിയിലും സംസാരിക്കേണ്ടതുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? വൈവിധ്യം ഉണ്ടാക്കുക എന്നത് അള്ളാഹുവിന് സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങള് ഈ ചെടികളെയും പൂക്കളെയും ഒക്കെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. എല്ലാവരെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. എത്ര വ്യത്യസ്തമായ സൗരഭ്യമുള്ള, എത്ര വ്യത്യസ്തമായ വർണ്ണങ്ങളുള്ള പൂക്കളെയും ചെടികളെയും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇലകൾ പോലും എന്തൊരു വൈവിധ്യമാണ്. ഒരേ മാവിന്റെ ഒരു 100 ഇലകൾ നിങ്ങൾ പറിച്ച് ഒന്ന് നിരത്തി വെച്ച് നോക്കൂ, എത്ര വ്യത്യാസമാണ് ഓരോ ഇലകളും പരസ്പരം ഉള്ളത്. പക്ഷെ അവ തമ്മിലുള്ള താരതമ്യം അല്ലെങ്കിൽ സാദൃശ്യം എത്ര വിസ്മയകരവുമാണ്. വ്യത്യാസപ്പെടുമ്പോൾ തന്നെ സാദൃശ്യപ്പെടുന്നത് അതിന്റെ വളരെ വിസ്മയകരമായ ഒരു തലമല്ലേ. ഇതാണ് സൃഷ്ടാവിന്റെ സൃഷ്ടികർമ്മം നടത്തിയതിൽ അടങ്ങിയിരിക്കുന്ന വലിയ വൈദഗ്ധ്യവും മഹത്വവും ഒക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. മറ്റൊരു ചോദ്യം ചിന്മയെ ഉന്നയിച്ച ഞാനൊരു ചോദ്യം കൂടി, 1-2 ചോദ്യങ്ങൾ കൂടി സമയമായല്ലോ, 40 മിനിറ്റ് പിന്നിട്ടു. അപ്പൊ ഒറ്റ ചോദ്യം കൂടി ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേൾപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. മനുഷ്യരുടെയും ജീവികളുടെയും ഉൽപ്പത്തിയും വികസനവും മറ്റും ആസൂത്രിതമായി ആരും ചെയ്തതല്ല, മറിച്ച് സ്വാഭാവികമായും അതുപോലെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായും പരിണാമ സ്വഭാവത്തിൽ അധിഷ്ഠിതവുമാണ് എന്നതല്ല ശരി എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതില് അടങ്ങിയിരിക്കുന്ന അദ്ദേഹം പറയുന്നത് മനുഷ്യരുടെയും ജീവികളുടെയും ഉൽപ്പത്തിയും വികസനവും മറ്റും ആസൂത്രിതമായി ആരും ചെയ്തതല്ല, മറിച്ച് സ്വാഭാവികമായി സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടായി വന്നതാണ്. ഒരു പരിണാമ പ്രക്രിയ അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ്. ഈ സ്വാഭാവികതയും ഈ സാഹചര്യങ്ങളൊക്കെ ആരുടെ സൃഷ്ടിയാണ്? അതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ഈ സ്വാഭാവികത എന്ന് പറയുന്നത് ആകസ്മികത അല്ലല്ലോ. ഈ പ്രകൃതിക്കും പ്രപഞ്ചത്തിനും അതുപോലെ ഓരോ പ്രതിഭാസങ്ങളുടെ പ്രവർത്തന രീതികൾക്കുമൊക്കെ ഒരു സ്വാഭാവികത ഉണ്ടായി വന്നതിന് അങ്ങനെ ആസൂത്രണം ചെയ്യപ്പെടാതെ എല്ലാം ഒരേ ലൈനിൽ അങ്ങനെ ഒരേ പ്രക്രിയയിൽ അങ്ങനെ വരുമോ? എന്താണ് നിങ്ങൾ പറയുന്നത്? മനുഷ്യന്റെ കുഞ്ഞ് പിറക്കുന്നത്, ഉണ്ടായി വരുന്ന രൂപം, അതിനൊരു സ്വാഭാവികത എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീയുടെയും പുരുഷന്റെയും അംശങ്ങൾ ചേർന്ന് ഒരു ഗർഭസ്ഥ ശിശു രൂപപ്പെട്ടു വന്ന് അത് വളർച്ച പ്രാപിക്കുന്നതിന് ഒരു പ്രത്യേക പാറ്റേൺ നമുക്ക് കാണാൻ കഴിയുന്നതുകൊണ്ടല്ലേ? ഈ പാറ്റേൺ ഉള്ളത് കൊണ്ടാണ് അതിന് ഇത്രയും കൃത്യമായ ആസൂത്രണം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് സ്വാഭാവികതയാണ് എന്ന് പറയുന്നത്. പക്ഷെ ഏത് സ്വാഭാവികതക്കും ഒരു ആസൂത്രണം ഇല്ലാതെ സാധ്യമേ അല്ല. പിന്നെ സംഗതികള്, പരിണാമ പ്രക്രിയ എന്ന് പറയുന്ന അതിലേക്ക് ഞാനിപ്പോ അതിന്റെ വിശദമായിട്ട് കടക്കുന്നില്ല. പക്ഷെ ചില പരിണാമം ഡാർവിൻ മുന്നോട്ട് വെച്ച വിധത്തിലുള്ള ഒരു സ്പീഷീസ് മറ്റൊന്നായി മാറുന്ന വിധത്തിലുള്ള പരിണാമമല്ല. പക്ഷെ വിത്തിൻ ദ സ്പീഷീസ് തന്നെ പരിണാമം ഉണ്ടല്ലോ, അല്ലെ? നമ്മള് എത്ര പരിണമിച്ചാണ് ഈ നമ്മളിപ്പോ ഉള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ അതൊരു വ്യവസ്ഥ അനുസരിച്ചാണ് ഉണ്ടാവുന്നത്, അല്ലെ? ആണിന്റെ സ്പേമും സ്ത്രീയുടെ ഓവവും ചേർന്ന് ഒരു എംബ്രിയോ ഫോം ചെയ്ത് വന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പരിണാമം തന്നെയാണ്. ഒരാള് ജനിച്ചതിന് ശേഷവും പരിണാമം അവസാനിക്കണമെന്നില്ല. അപ്പൊ ഒരു ജനിച്ച അന്നുള്ള കുട്ടിയുടെ രൂപമല്ലല്ലോ പിന്നെ 4 ദിവസം കഴിഞ്ഞ് പോയി നോക്കുമ്പോ കാണുന്നത്, മാറിക്കൊണ്ടിരിക്കുകയാണ്.
1 വയസ്സാകുമ്പോൾ മാറ്റം വളരെ പ്രകടമായി, 2 വയസ്സാകുമ്പോൾ വീണ്ടും നമുക്ക് അത് കൂടുതൽ പ്രകടമായിട്ട് കാണുന്നു. അങ്ങനെ ഒരാള് പൂർണ്ണമായ വളർച്ച എത്തിയതിനു ശേഷം പിന്നീട് വീണ്ടും അയാള് പരിണമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു 75 80 വയസ്സ് ജീവിക്കാൻ അവസരം കിട്ടിയ ഒരാളാണെങ്കിൽ അയാൾ എത്ര മാറിയിട്ടുണ്ടാകും. അപ്പൊ ഈ പരിണാമത്തിന് ഒരു പ്രക്രിയ ഇവിടെ പ്രവർത്തനക്ഷമമാണ്. ആരാണ് ആ പ്രക്രിയ ഉണ്ടാക്കിയത്? ചിന്മയുടെ സംഭാവനയാണോ അത്? ഇവിടെ അത് കോമൺ ആയിട്ട് നടപ്പിലാവുന്നുണ്ടല്ലോ. അത് ആരാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഇതെന്താ റിവേഴ്സ് ഓർഡറിൽ വരാത്തത്? ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് ഒരു 80 90 വയസ്സുള്ള ഒരു കിളവന്റെ രൂപത്തിലാവാത്തത് എന്തുകൊണ്ടാണ്? എന്നിട്ട് ഓരോ വർഷം ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ച് അത് പരിണമിച്ച് ഒരു 10 75 90 വയസ്സൊക്കെ ആവുമ്പോ ഒരു അന്ന് ജനിച്ച ഒരു ശിശുവിനെ പോലെ ആയി മാറുന്ന ഒരു പ്രക്രിയ ഉണ്ടാവണില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒരു പ്രക്രിയ ഒരു ക്രമപ്രവൃത്തമായിട്ട് അരങ്ങേറുന്ന ഒരു സംവിധാനം ആസൂത്രണം ചെയ്യപ്പെട്ട് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതാണ് നമ്മൾ കാണുന്നത്. അത് പടച്ചതമ്പുരാൻ തന്റെ നടപടിയാണ് എന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നു വിശുദ്ധ ഖുർആനിൽ. അപ്പൊ ഇതൊക്കെ അടിസ്ഥാനരഹിതമായ ന്യായങ്ങൾ കണ്ടുപിടിച്ച് മത നേതൃത്വം നടത്തുന്ന ചില അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ വായിച്ച അടുത്ത ചോദ്യം. അപ്പോ ഈ പരിണാമ സ്വഭാവത്തിൽ നടക്കുന്ന ഒരു സ്വാഭാവിക സംഗതിയല്ലേ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അങ്ങനെ സ്വാഭാവികത എന്ന വിധത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന സംഗതികളിലും കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ട് എന്നതാണ്. ആ സ്വാഭാവികതയുടെ സ്വഭാവം തന്നെ പഠന വിധേയമാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുക എന്നതാണ് ഞാൻ ഇത് സംബന്ധമായിട്ട് സൂചിപ്പിക്കുന്നത്. ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.